പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സലാമുൻ അലൈക്കും. ഇന്ന് ഖിസാസ്, അൽ ഖിസാസ് എന്ന് ഖുർആനിൽ വന്ന വാക്ക്. ഖിസാസിന് നമ്മൾ ഇപ്പൊ പറയുന്ന അർത്ഥം, ഇപ്പൊ പറയുന്നത് എന്ന് പറഞ്ഞാൽ നമ്മള് പാരമ്പര്യ പരിഭാഷകളിലും നമ്മുടെ ഗുരുനാഥന്മാരിൽ നിന്നുമെല്ലാം കേട്ടുപഠിച്ചത് ഖിസാസ് എന്ന് പറഞ്ഞ ഒരാള് മറ്റൊരാളെ വധിക്കുകയാണെങ്കിൽ അതിന് നടപ്പിലാക്കേണ്ട ശിക്ഷാരീതികളെ കുറിച്ചാണ്, അതായത് പ്രതികാരക്രിയയെ കുറിച്ചാണ് ഖിസാസ് എന്ന് പറയുക എന്നുള്ളതാണ് നമ്മൾ പഠിച്ചു വെച്ചിട്ടുള്ളത്. സൂറത്ത് അൽ ബഖറയിൽ വലക്കും ഫിൽ ഖിസാസി ഹയാത്തുൻ യാ ഉലിൽ അൽബാബ് ലഅല്ലക്കും തത്തഖൂൻ എന്ന് പറയുന്ന ഒരു കൊച്ചു വചനമുണ്ട്. അപ്പോ ഖിസാസിന്റെ വിവിധ ഭാഗങ്ങളിലേക്കുള്ള ഒരു തുടക്കമാണ് ഇന്നത്തെ ഈ ക്ലാസ്. അതിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ഒന്ന് രണ്ട് കാര്യങ്ങൾ എൻ്റെ സഹോദരങ്ങളോട് അഭ്യർത്ഥിക്കാനുണ്ട്. പരമാവധി ആളുകളിലേക്ക് നമ്മുടെ ക്ലാസ്സുകൾ എത്തിക്കാൻ പരിശ്രമിക്കണമെന്ന് ഞാൻ നിരവധി തവണ പറയാറുണ്ട്. അത് പറയുമ്പോൾ ഒരു 4-5 സബ്സ്ക്രൈബേഴ്സ് കൂടും, അതിനുശേഷം അങ്ങനെ നിൽക്കും. ഇത് ജനങ്ങളിലേക്ക് എത്തിക്കുമ്പോഴാണ് നമുക്ക് ഇത് തുടർന്നും ക്ലാസ്സുകൾ എടുക്കാൻ ഒരു മോട്ടിവേഷൻ നമുക്ക് ഉണ്ടാകും. ഇപ്പൊ ഞാന് ഒരു ഭാഷാ ക്ലാസ്സിനെ കുറിച്ച്, അതായത് ലിസാനുൽ അറബിന്റെ വ്യത്യസ്ത ഭാഗങ്ങളെ കുറിച്ച് വിശദീകരിക്കാനും ഓരോ അക്ഷരങ്ങളും ഉരുത്തിരിച്ച് സംസാരിക്കാനും അതിലുണ്ടാകുന്ന സംശയങ്ങൾ ഓരോരുത്തരും ചോദിക്കുമ്പോൾ ആ സംശയം തീർത്ത് മുന്നോട്ട് പോകാനും വേണ്ടി ഞാനൊരു സൂചന നൽകിയിരുന്നു. പക്ഷെ ഒരാള് കുറച്ച് ഫീസ് നിശ്ചയിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരാള് ആ ക്ലാസ്സിൽ എന്നെയും ആഡ് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ടും 2 ആള് മാത്രമാണ് പ്രതികരിച്ചത്. ഞാൻ പറഞ്ഞില്ല, ആളുകൾക്ക് താല്പര്യം ഈ ബാഹ്യമായ ഈ ആചാരാനുഷ്ഠാനങ്ങളുടെ വേഷവിധാനങ്ങളുടെ ഒക്കെ ഇതിലാണ്. ഖുർആനിന്റെ ഈ വൈജ്ഞാനികമായ യുക്തിഭദ്രമായ താത്വികമായ ദാർശനികമായ ഖുർആനിന്റെ ഈ തലം മനസ്സിലാക്കാനും പഠിക്കാനും ആളുകൾക്ക് താല്പര്യം കുറവ്. ഏതായാലും ഞാൻ അങ്ങനെ, എനിക്ക് സമയമില്ല, എന്നാൽ പോലും ഈ ഭാഷ എൻ്റെ സുഹൃത്ത് സഹോദരൻ വിളിച്ചു പറഞ്ഞു, മാഷെ ഇത് പല ആളുകളോടും ഞാൻ ചോദിച്ചിട്ട് ആർക്കും ഈ ഭാഷ ലിസാനുൽ അറബിന്റെ അതിന്റെ അക്ഷരമാലാക്രമങ്ങള് ചില ആളുകൾക്ക് അറിയാമല്ല, അതിന്റെ അർത്ഥതലങ്ങൾ, അതിന്റെ ആന്തരികമായ തലങ്ങൾ, അതിന്റെ ഓരോ അക്ഷരങ്ങളും ഉരുത്തിരിച്ചുള്ള ആശയങ്ങൾ, അതുപോലെ തന്നെ അതിന്റെ അബ്ജദിൽ നിന്ന് അതിന്റെ വൈജ്ഞാനിക തലം ഉയർന്നു പോകുന്നതിനെ കുറിച്ചൊന്നും ആർക്കും അറിയുന്നില്ല. അതുകൊണ്ട് മാഷ് ഇത് ആളുകളിലേക്ക് അത് മാക്സിമം എത്തിക്കണമെന്ന് പറഞ്ഞത് കൊണ്ടുള്ള സമയം കണ്ടെത്തി ഒരു 10-30 ആളെ കിട്ടുകയാണെങ്കിൽ അത് ചെയ്യാമെന്ന് വിചാരിച്ചു. പക്ഷെ ആരെയും പ്രതികരിച്ച് കണ്ടില്ല. അതോടുകൂടി ആ ഉദ്യമം ഉപേക്ഷിക്കുകയാണ് ഉണ്ടായത്. പിന്നെ എനിക്ക് എൻ്റെ സഹോദരങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ള കാര്യം ഇതാണ്, ഇത് മാക്സിമം ഈ ക്ലാസ് എങ്കിലും നിങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുക. അത്രേ എനിക്ക് ആമുഖമായി സൂചിപ്പിക്കാനുള്ളൂ. ഇനി വലക്കും ഫിൽ ഖിസാസി ഹയാത്തുൻ യാ ഉലിൽ അൽബാബ് ലഅല്ലക്കും തത്തഖൂൻ എന്നുള്ളത്, ശിക്ഷാ നടപടികൾ സ്വീകരിക്കുന്നതിൽ ഒരു മനുഷ്യന് ഹയാത്ത് എങ്ങനെയാണ്, പ്രതികാരക്രിയയും ശിക്ഷാ നടപടികളും പ്രതിപ്രവർത്തനങ്ങളും ഒക്കെ നടത്തുന്നതിലൂടെ മനുഷ്യന് ഹയാത്ത് ലഭിക്കുന്നത് എങ്ങനെയാണ് എന്നുള്ളത് നമുക്കറിയില്ല. ഏതായാലും നമ്മൾ ഖിസാസ് എന്ന വാക്കിന്റെ ആന്തരികമായ അതിന്റെ വൈജ്ഞാനികമായ തലമാണ് നമ്മൾ വിശദീകരിക്കുന്നത്. അത് കാഫ് സ്വാദ് ഖസസ് ഖിസാസ് എന്നുള്ളത് നമ്മള് എല്ലാ സംഗതിയെക്കുറിച്ചും നിരന്തരം അന്വേഷിക്കുകയും ചോദ്യം ചോദിക്കുകയും
ഗവേഷണം നടത്തുകയും അതിന്റെ ആത്യന്തികതയിലേക്ക് നമ്മൾ തകസ്സി, അതിന്റെ ഓരോ അസറും തത്തബിയ പിന്തുടർന്നു പോയി അതിന്റെ ആത്യന്തികതയിലേക്ക് നമ്മൾ എത്താൻ പരിശ്രമിക്കുകയും ചെയ്യുന്നതാണ് സത്യത്തിൽ ഖസ്സ എന്ന് പറയുന്നത്. അതാണല്ലോ നഹ്നു നഖുസ്സു അലൈക അഹ്സനൽ ഖസസി ബിമാ ഔഹൈന ഇലൈക ഹാദൽ ഖുർആന എന്ന് പറയുന്നത്. അതാണ് നഹ്നു നഖുസ്സു അലൈക, നിന്നെ ഞാൻ നഖുസ്സു ആണ് ചെയ്യുന്നത്, വിജ്ഞാനത്തിന്റെ അറിവിന്റെ ആത്യന്തികതയിലേക്ക്, അത് അഹ്സനൽ ഖസസി, ഏറ്റവും നല്ലതിലേക്കാണ് എത്തിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എങ്ങനെ? ബിമാ ഔഹൈന ഇലൈക ഹാദൽ ഖുർആന, ഈ ഖുർആൻ നിന്നിലേക്ക്, ഈ യാഥാർത്ഥ്യങ്ങൾ നിന്നിലേക്ക്, അതിനെക്കുറിച്ചുള്ള അറിവുകൾ നിന്നിലേക്ക് നൽകിക്കൊണ്ട്. വഇൻ കുന്ത മിൻ ഖബ്ലിഹി ലമിനൽ ഗാഫിലീൻ. അപ്പൊ ഈ വചനത്തിന്റെ തുടക്കത്തിൽ തന്നെ നമുക്കറിയാം, വലക്കും ഫിൽ ഖിസാസി ഹയാത്തുൻ യാ ഉലിൽ അൽബാബ് എന്ന് പറയുന്നത് ഖിസാസ് സത്യത്തിൽ ഉലുൽ അൽബാബിനുള്ളതാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. ഉലുൽ അൽബാബ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ചിന്താപരമായി ബുദ്ധിപരമായി കാമ്പുള്ളവരെ എന്നാണ്, നമ്മൾ അകക്കാമ്പ് എന്നാണ്. ആമ്മത്തുന്നാസിനല്ല എന്നർത്ഥം. അതുപോലെ തന്നെ വാഫിലീങ്ങൾക്ക് അല്ല എന്നുള്ളതുമാണ്. അതാണ് നഹ്നു നഖുസ്സു അലൈക ബിമാ ഔഹൈന ഇലൈക ഹാദൽ ഖുർആന വഇൻ കുന്ത മിൻ ഖബ്ലിഹി ലമിനൽ ഗാഫിലീൻ എന്നാണ്. ഖബ്ലിൽ ഗാഫിലായിരുന്നു. ആ ഗാഫിലായ ആളുകൾക്കും ഈ ഖസസിലേക്ക് എത്താൻ കിട്ടില്ല. അതിൽ നിന്ന് ആ മുമ്പ് നമ്മൾ ഗാഫിലീങ്ങളായ അശ്രദ്ധരായിരുന്ന, ഇതിനെക്കുറിച്ച് അവബോധമില്ലാതിരുന്ന അവസ്ഥയിൽ നിന്ന് അതിലേക്ക് കൊണ്ടുവന്ന ശേഷമാണ് നഖുസ്സു നടത്തുന്നത് അള്ളാഹു എന്ന് പറയുന്നത്, നഹ്നു നഖുസ്സു എന്ന് പറയുന്നത്. അപ്പൊ ഖിസാസ് എന്നുള്ളത് ആമ്മത്തുന്നാസിനല്ല എന്നുള്ളത്, ഗാഫിലീങ്ങൾക്കല്ല എന്നുള്ളത് ഖുർആനിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ടാണ് വലക്കും ഫിൽ ഖിസാസി ഹയാത്തുൻ യാ ഉലിൽ അൽബാബ് എന്ന് പറഞ്ഞത്. അപ്പൊ ഉലുൽ അൽബാബിനുള്ളതാണ് എന്നർത്ഥം. അപ്പൊ ഹവാസിന് പ്രത്യേകം എല്ലാവർക്കും തുറക്കപ്പെടുന്ന വാതിലല്ല അത് എന്നർത്ഥം. ആ വാതിലുകൾ തുറക്കപ്പെടുന്നത് ഉലുൽ അൽബാബ് എന്ന് പറയുന്ന ഹവാസുകൾക്കാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോ വിജ്ഞാനത്തിന്റെ അറിവിന്റെ ഉന്നതമായ മേഖലകൾ തേടി അതിന്റെ ആത്യന്തികതയിലേക്ക് നമ്മൾ പോവുക, അതിനെക്കുറിച്ച് അന്വേഷിക്കുക, അതിനെക്കുറിച്ച് പഠനം നടത്തുക, അതിനെക്കുറിച്ച് ഗവേഷണം നടത്തുക. അങ്ങനെ ആവുമ്പോഴാണ് നമ്മൾക്ക് ഇവിടെ ഒരുപാട് ആസാദകൾ ഇവിടെ ഉപേക്ഷിച്ച് പോകാൻ കഴിയുള്ളൂ. അതാണ് ഖിസാസ് എന്ന് പറയുന്നത്. അപ്പോഴാണ് നിങ്ങൾക്ക് ഹയാത്ത് ലഭിക്കുന്നത് എന്നാണ് ഖുർആൻ പറയുന്നത്. അപ്പോഴാണ് നമുക്ക് ഹയാത്ത് ലഭിക്കുന്നത്. അതാണ് തഖസ്സിയും ബഹസും ഇസ്തിസ്ഫാറും ഒക്കെയാണ്. അതായത് തഖസ്സി എന്ന് പറഞ്ഞാൽ അതാണ് ഖസസ്. തഖസ്സി, ഖസ്സ യഖുസ്സു, തഖസ്സി എന്ന് പറയുന്നത് ഒരു വിഷയത്തിന്റെ ആത്യന്തികത അന്വേഷിച്ച് ഗവേഷണം നടത്തി അതിന്റെ അവസാനത്തിലേക്ക് എത്തിച്ചേരുക. അതാണ് തഖസ്സി നടത്തുക എന്ന് പറഞ്ഞാൽ. അങ്ങനെ നടത്തുന്നതിലാണ് ഹയാത്തുള്ളത്. മറ്റത് റുക്കൂദും ജുമൂദും തവക്കുഫും മൗത്താണ് തരിക. റുക്കൂദ് എന്ന് പറഞ്ഞാൽ റുക്കൂദും ജുമൂദും എന്ന് പറഞ്ഞാൽ നിശ്ചലമായ അവസ്ഥ. ചിന്താപരമായി ബുദ്ധിപരമായി ഒന്നും അന്വേഷിക്കുകയോ ഗവേഷണം നടത്തുകയോ പഠനം നടത്തുകയോ ഒന്നുമില്ലാതെ അത് തവക്കുഫാണ്. അത് നിർത്തിവെച്ച ഒരവസ്ഥയിൽ ഒരു മനുഷ്യൻ മൗത്തിലാണ്. അവന് മൗത്താണ് നൽകുക, ഹയാത്തല്ല നൽകുക. അവന് മൗത്തായിരിക്കും നൽകുക, ഹയാത്തല്ല. അതുകൊണ്ടാണല്ലോ ഫഹമലത്തുഹു ഫന്തബദത് ബിഹി മക്കാനൻ ഖസിയ എന്ന് മറിയമിനെ കുറിച്ച് പറഞ്ഞപ്പോ പറഞ്ഞത്. അതൊക്കെ നമ്മൾ പാരമ്പര്യമായിട്ട് മനസ്സിലാക്കിയത് ഫഹമലത്തുഹു, ഈസയെ ഗർഭം ചുമന്നു, ഫന്തബദത് ബിഹി, എന്നിട്ട് അവള് മറിയം അകന്നുപോയി, മക്കാനൻ ഖസിയ, ഒരുപാട് ദൂരെയുള്ള ഒരു സ്ഥലത്തേക്ക് എന്നാണ്. അപ്പൊ വഹിയും തഹ്മീലും തൻസീലും തഹ്മീലും
അങ്ങനെയാണ് ഒരാൾ മക്കാനൻ കസിയയിലേക്ക് എത്തുന്നത് എന്നാണ് ഈ വചനങ്ങളിലൂടെ നമ്മൾ പഠനം നടത്തി പോരുമ്പോൾ നമുക്ക് മനസ്സിലാക്കി. അതാണ് നഹ്നു നഖ്സു അലൈക ബിമാ ഔഹൈന ഇലൈക, അതാണ് വഹി നൽകിക്കൊണ്ടാണ് നഖ്സു. പിന്നെ തൻസീല്, അതുപോലെ തന്നെ ഫഹമലത്തുഹു എന്ന് പറയുമ്പോൾ തഹ്മീല്, അപ്ലോഡിംഗ് ആണ്. ഒരാള് ഒരു ആശയത്തെ തന്റെ ചിന്തയിൽ ചുമന്ന് നടക്കുകയാണ് ചെയ്യുന്നത്, അതാണ് തഹ്മീല്. അല്ലാതെ ഗർഭം ചുമക്കല്ല ചെയ്യുന്നത്. അങ്ങനെയാണ് മക്കാനൻ കസിയ എന്ന് പറഞ്ഞ ദൂര സ്ഥലല്ലോ. മക്കാനൻ കസിയ, മക്കാനൻ ഷർഖിയ എന്നൊക്കെ പറയുന്നത് വിജ്ഞാനത്തിന്റെ അറിവിന്റെ അക്സയിലെത്താണ്. അതാണ് മക്കാനൻ കസിയ എന്ന് പറയുന്നത്. അതാണ് വിജ്ഞാനത്തിന്റെ അക്സയിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത്. അതാണല്ലോ ജാറജുലും മിൻ അക്സൽ മദീനത്തി എന്ന് പറയുന്നത്. അക്സയിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത്. ഈ ഇബാദത്തിന്റെ അർത്ഥം പണ്ട് സംവാദങ്ങൾ ഉണ്ടാവുമ്പോൾ രണ്ട് സ്റ്റേജുകളിൽ നിന്ന്, രണ്ട് സംഘടനകളുടെ സ്റ്റേജുകളിൽ നിന്ന് കേട്ട ഒരു വാക്കായിരുന്നു കുട്ടിക്കാലത്ത്. ഇനി അക്സ, അക്സ വായത്ത് തദല്ലുലി വൽ ഖുദൂഇ, അതാണ് ഇബാദത്ത്. അക്സ വായത്ത് തദല്ലുലി വൽ ഖുദൂഇ, ഒരാള് ഖുദൂഇന്റെയും തദല്ലുലിന്റെയും, അതായത് വിധേയപ്പെടലിന്റെയും കീഴ്പ്പെടലിന്റെയും അക്സയിലേക്ക് എത്തിക്കൊണ്ട് ചെയ്യുന്നതാണ് ഇബാദത്ത് എന്ന് പറയുന്നത്. അതാണ് അക്സ എന്ന് പറയുന്നത്. അതാണല്ലോ മസ്ജിദുൽ ഹറാമിൽ നിന്ന് മസ്ജിദുൽ അക്സയിലേക്കുള്ള യാത്രയാണ് ഒരാളുടേത്. അതാണ് മസ്ജിദുൽ ഹറമിൽ നിന്ന് മസ്ജിദുൽ അക്സയിലേക്ക് യാത്ര പോവുകയാണ്. പിന്നെ ആ യാത്ര തിരിച്ചു വന്നതിനെ കുറിച്ച് ഖുർആൻ പറയുന്നില്ല, കാരണം അങ്ങോട്ട് പോവുകയാണ് ചെയ്യുന്നത്. നമ്മളുടെ അതിന്റെ വൈജ്ഞാനിക തലാണ് കേട്ടോ ഞാൻ പറയുന്നത്. മറ്റേ യാത്രയിലും തിരിച്ചു വന്നതിനെ കുറിച്ചൊന്നുമില്ല, അതിന്റെ ഭൗതികമായ യാത്ര. അപ്പൊ മനുഷ്യൻ മസ്ജിദുൽ ഹറമിൽ നിന്ന് മസ്ജിദുൽ അക്സയിലേക്കുള്ള യാത്രയാണ് അവൻ്റെത്. എന്തിനു വേണ്ടിയിട്ട്? അക്സയിലെത്തിയാലാണ് അള്ളാഹുവിന്റെ ആയത്തുകൾ കണ്ടെത്താൻ കഴിയുള്ളൂ, ദൈവികമായ ദൃഷ്ടാന്തങ്ങൾ കണ്ടെത്താൻ കഴിയുള്ളൂ. അപ്പോ സത്യത്തില് വഹീ, തൻസീല്, തഹ്മീല്, അങ്ങനെ അവൻ എത്തിച്ചേരുന്നതാണ് മക്കാനൻ കസിയ. അതാണ് ഫഹമലത്തുഹു ഫന്തബദത്ത് ബിഹി മക്കാനൻ കസിയ എന്ന് പറയുന്നത്. അതാണ് മസ്ജിദുൽ ഹറമിൽ നിന്ന് മസ്ജിദുൽ അക്സയിലേക്ക് കൊണ്ടുപോയി എന്ന് പറയുന്നത്. എന്തിനാണ് അതിന് ഖുർആൻ അവിടെ പറയുന്ന തെളിവിൽ നുരിയഹു മിൻ ആയാത്തിന, എന്റെ ആയത്തുകൾ കാണിച്ചു കൊടുക്കാൻ. അപ്പൊ നമുക്ക് അള്ളാഹുവിന്റെ ആയത്തുകളെ നമുക്ക് കാണണമെങ്കിൽ നമ്മൾ മസ്ജിദുൽ ഹറമിൽ നിന്ന് മസ്ജിദുൽ അക്സയിലേക്ക് യാത്ര തിരിക്കണം, അക്സയിലേക്ക് എത്തണം. കാരണം വജാറജുലും മിൻ അക്സൽ മദീന, അക്സയിൽ, അതാണ് തഖസ്സി എന്ന് പറയുന്നത്. ഈ വാക്കിന് എങ്ങനെയാണ് പ്രതികാരക്രിയ അല്ലെങ്കിൽ ശിക്ഷാ നടപടി എന്നുള്ളതിന് ഖസസ എന്ന വാക്കിന്, ഖിസാസ് എന്ന വാക്കിന് ലഭിച്ചു എന്നുള്ളത് എനിക്കറിയില്ല. അപ്പൊ ഒരു പദത്തെ അതിന്റെ യഥാർത്ഥ അർത്ഥത്തിൽ നിന്ന് വ്യതിചലിപ്പിച്ചിട്ട് അതിന് വേറൊരു അർത്ഥം നൽകുന്നത്, എന്നിട്ട് ഓരോ നഹ്നു നഖ്സു എന്ന് പറയുന്നിടത്ത് കഥ പറഞ്ഞു തരാന്ന് പറയും. നഹ്നു നഖ്സു അലൈക എന്ന് പറയുന്നത് നിനക്ക് ഏറ്റവും നല്ല കഥ ഞാൻ പറഞ്ഞു തരാം എന്ന് അവിടെ ഖസസ എന്നുള്ളതിന് പറയും. അതേ അക്ഷരങ്ങൾ കൊണ്ട് നിർമ്മിച്ച ഖിസാസ് എന്ന വാക്കിന് പ്രതികാരക്രിയ, ശിക്ഷാ നടപടി എന്നുള്ള അർത്ഥവും. ഇനി ഇതേ വാക്ക് വേറൊരു സ്ഥലത്ത് പറഞ്ഞാല് വേറെ അർത്ഥം പറയും. ഞാൻ മുമ്പ് പറഞ്ഞല്ലോ, ലറബ എന്ന വാക്കിന് ഈ ലാ റാ ബാ എന്ന അക്ഷരം കൊണ്ട് കൂടി ചേർന്ന ഒരു വാക്കിന് ഒരായത്തിലെത്തുമ്പോ ഒരർത്ഥം പറയും, വേറൊരായത്തിലെത്തുമ്പോ വേറൊരർത്ഥം പറയും, മറ്റൊരായത്തിലെത്തുമ്പോ മറ്റൊരർത്ഥം പറയും. ഇങ്ങനെ വ്യത്യസ്തങ്ങളായ അർത്ഥതലങ്ങൾ എങ്ങനെ ലഭിച്ചു എന്നാണ് എനിക്ക് മനസ്സിലായത്. അപ്പൊ തഖസ്സിയാണ് മനുഷ്യനെ എവിടേക്ക് എത്തുന്ന? അക്സൽ മദീനത്തിൽ തസ്ആ എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് എത്തുന്നത്. ഞാൻ പറഞ്ഞില്ല, ഖിസാസ് എന്ന് പറഞ്ഞാൽ എന്താ ഇപ്പൊ മാഷേ അർത്ഥം എന്ന് പറഞ്ഞാല് അത് തഖസ്സി വസ്സുആലു അൻ കുല്ലി ഷൈഇൻ. ആ തഖസ്സി എന്ന് പറഞ്ഞാൽ വൽ ബഹ്സു വൽ ഇസ്തിസ്ഫാർ,
അതാണ് ഒരു മനുഷ്യന് ഹയാത്ത് ബിനാ ചെയ്തു കൊടുക്കുന്നത്. അല്ലാതെ ഒന്നും പഠിക്കുകയോ അന്വേഷിക്കുകയോ അറിയുകയോ അറിയാൻ ശ്രമിക്കുകയോ ഒന്നും ചെയ്യാത്ത മനുഷ്യൻ മൗത്തായിട്ട് അത് ഒരു മൗത്തി കിടക്കുകയാണ് സത്യത്തിൽ. അതാണ് ഞാൻ പറഞ്ഞത്. ഇതിന്റെ ഇടയിൽ ഞാൻ സംസാരിച്ചപ്പോ പറഞ്ഞത് റുക്കൂദും ജുമൂദും തവക്കുഫും ആണ് ഒരാളുടെ മൗത്ത് എന്ന് പറയുന്നത്. ഒരാൾക്ക് ബിനാ ഉൽ ഹയാത്ത്, ഒരാൾക്ക് ഹയാത്ത് ബിനാ നിർമ്മിച്ചു കൊടുക്കുന്നത്, അവനിൽ ഒരു ജീവിതം എന്ന് പറയുന്ന ഹയാത്ത് നിർമ്മിതി അവനിൽ നടക്കുന്നത്, അവനിൽ തഖസ്സും ബഹസും ഇസ്തിസ്ഫാറും ഒക്കെ നടക്കുമ്പോഴാണ്. അവനിൽ അന്വേഷണവും ഗവേഷണവും നിലവിലുള്ളതിൽ നിന്ന് അടുത്തതിലേക്കുള്ള സഫർ യാത്രയും ഒക്കെ നടക്കുമ്പോഴാണ് ഒരാളിൽ ബിനാ ഉൽ ഹയാത്ത് നടക്കുന്നത്. അതാണ് വലക്കും ഫിൽ ഖിസാസി ഹയാത്തുൻ എന്ന് പറയുന്നത്. എൻ്റെ സഹോദരങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഖിസാസ് എന്നൊരു വാക്ക്. ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഇതിന്റെ ബാക്കി അൽ അബ്ദു ബിൽ അബ്ദി വൽ ഉൻസ ബിൽ ഉൻസ എന്നൊക്കെ പറയുന്നത്, അൽ അൻഫു ബിൽ അൻഫി എന്നൊക്കെ പറഞ്ഞ മൂക്കിന് മൂക്ക്, നാക്കിന് നാക്ക്, കണ്ണിന് കണ്ണ്, മുറിവിന് മുറിവ് എന്നൊക്കെ പറയുന്ന ജുറൂഹു ഖിസാസുൻ എന്നൊക്കെ പറയുന്ന ആ തലങ്ങളിലേക്ക് നമ്മൾ തുടർന്ന് ക്ലാസ്സുകളിൽ പോകുന്നതായിരിക്കും. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. സലാം.